ഇന്നത്തെ നമ്മുടെ വീഡിയോ കട്ടിങ്ങും ഷേവിങ്ങും ആണ്. അപ്പോൾ ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിമ്മർ ഞാൻ ഓൺലൈനായിട്ട് 2.5 വർഷം മുമ്പ് മേടിച്ചാണ് 280 രൂപയ്ക്ക്. ഇപ്പോഴും ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും വേറെ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ട്രിമ്മർ ഉപയോഗിച്ച് മിക്കവരും വേഗം കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിമ്മർ വേഗം കംപ്ലയിൻ്റ് ആയി പോകുന്നതിൻ്റെ കാരണവും അതിനുള്ള പരിഹാരവും ഈ ട്രിമ്മർ ഉപയോഗിക്കേണ്ട ശരിയായ രീതിയെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടൈപ്പ് ട്രിമ്മറിന് അങ്ങനെ കേടാവാനും അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു മോട്ടർ, ഒരു സ്വിച്ച്, ഒരു ബാറ്ററി, പിന്നെ അതിൻ്റെ ചാർജർ. അപ്പോൾ ഇതിൽ ഏത് കംപ്ലയിൻ്റ് ആയാലും ഇതെല്ലാം നമുക്ക് മേടിക്കാനും കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് ഷേവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഷേവ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല. ക്ലിപ്പ് ഞാൻ ഊരി വെച്ചിട്ടുണ്ട് നിലവിൽ. ഇനി ഈ ഒരു ട്രിമ്മർ ഓണാക്കി താഴെ നിന്ന് മുകളിലേക്ക് ഈ രീതി ചെയ്താൽ മതി. രോമെല്ലാം കട്ടായി പൊക്കോളും. ഞാനിവിടെ ഇതെല്ലാം ചെയ്യുന്നത് വീടിൻ്റെ ജനലിൻ്റെ ഗ്ലാസ്സിൽ നോക്കിയാണ്. അതുപോലെ ഈ ഒരു ട്രിമ്മറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത സമയത്ത് അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വേഗം കംപ്ലയിൻ്റ് ആയിപ്പോവും, കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ട്രിമ്മറാണെങ്കിലും ഇത് വേഗം കംപ്ലയിൻ്റ് ആകാനുള്ള കാരണം ഒന്ന്, നമ്മളിത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് പഴയതുപോലെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ മോട്ടറിന് ലോഡ് കൂടിയിട്ടുണ്ടെങ്കിൽ മോട്ടർ കംപ്ലയിൻ്റ് ആവാനും, അതുപോലെ മോട്ടർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പം ബാറ്ററിക്കും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിമ്മറുകളൊക്കെ ഉപയോഗിക്കുന്നവർ ഇത് ഓരോ തവണയും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ ഈ ട്രിമ്മർ 5 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ട്രിമ്മറുകൾ അങ്ങനെ അധികം വേഗം കംപ്ലയിൻറ്റ് വരില്ല. അതിനുള്ള കാരണം ഇതിനകത്ത് അങ്ങനെ കംപ്ലയിൻ്റ് ആകാൻ വേറെ സാധനങ്ങളൊന്നുമില്ല, ഒരു മോട്ടറും പിന്നെ ഈ ട്രിമ്മർ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ചേ ഉള്ളൂ. അപ്പോൾ സ്വിച്ച് കംപ്ലയിൻ്റ് ആയാലും അത് മാറാനും പറ്റും. അതുപോലെ മോട്ടർ മേടിക്കാൻ കിട്ടുന്നതാണ്. മോട്ടറിന് പുതിയതിന് 70 രൂപയ്ക്കാവും. പിന്നെ ഈ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന ചാർജറിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ അത് വേറെ നമുക്ക് മേടിക്കാൻ കിട്ടും. ബാറ്ററിക്കും ബാക്കിപ്പോൾ കുറവായിരിക്കും, അതും വേറെ മേടിക്കാൻ കിട്ടും. അതെല്ലാം വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് മീശയുടെ കട്ടി കുറയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലിപ്പിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ കട്ടിക്ക് നിന്നോളും. അതുപോലെ മീശയ്ക്ക് വന്നു തുടങ്ങുന്ന ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാനിവിടെ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയ രീതിയിൽ മീശയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആൺകുട്ടികൾക്ക് മീശയൊക്കെ വരുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല വരുന്നത്, 2 സൈഡിലായിരിക്കും കൂടുതലും കട്ടിക്ക് വരുന്നത്. അതായത് ചൈനക്കാരുടെയൊക്കെ മീശ പോലെ. അപ്പോൾ അങ്ങനെയുള്ള മീശനെയൊക്കെ നമ്മൾ കത്രികയൊക്കെ ഉപയോഗിച്ചൊന്ന് വെട്ടി മെനയാക്കാൻ നോക്കുന്ന സമയത്ത് അത് മൊത്തം കുളമായി പോകാറായിരിക്കും മിക്കവർക്കും. എനിക്കൊക്കെ ചെറുപ്പത്തിലെ അതുപോലെ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു അതൊക്കെ. അപ്പോൾ അതുപോലെ ട്രിമ്മർ ഉപയോഗിച്ച് മീശയൊക്കെ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം സെറ്റായിട്ട് വന്നോളും. അതുപോലെ ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് ഞാനിവിടെ ഷേവ് ചെയ്ത സമയത്ത് ഈ രീതിയിലാണ് രോമം കട്ടായി പോയേക്കുന്നത്. ഷേവ് സെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഷേവ് ചെയ്യുന്ന അത്രയും ക്ലിയർ ആയിട്ട് എന്തായാലും പോകില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 mm ക്ലിപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മുടി വെട്ടുമ്പം കൃതാവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന എളുപ്പമുണ്ട്. അതുപോലെ ആദ്യമായിട്ടൊക്കെയാണ് ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടി പഠിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ ക്ലിപ്പ് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന 4 mm ക്ലിപ്പാണ്. ഇപ്പോൾ ഏറ്റവും കട്ടി കൂടിയ ക്ലിപ്പിട്ട് വെട്ടി പഠിക്കുക. അതുപോലെ സ്വന്തമായിട്ട് മുടിയൊക്കെ വെട്ടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കടയിൽ നിന്ന് പോയി വെട്ടുക. എന്നിട്ട് ആ ഒരു മുടി കുറച്ച് വളർന്നു വരുന്ന സമയത്ത് പതിയെ ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുക. അപ്പോൾ ചെറുതായിട്ട് വളർന്നു വരുന്ന സമയത്ത് ഷേപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടി പഠിക്കുമ്പം ആദ്യമേ കൃതാവിൻ്റെ അവിടെ നിന്ന് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് ചെവിയുടെ സൈഡെല്ലാം നന്നായിട്ട് കട്ടി കുറച്ച് തുടങ്ങുക. കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യമേയൊക്കെ ഞാനും ഇവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ മുടി വെട്ടി കഴിയുമ്പോൾ ചില സൈഡിലൊക്കെ ഇങ്ങനെ കൂടുതൽ മുടി പോകുമായിരുന്നു. പിന്നീട് ചെയ്താണ് എക്സ്പീരിയൻസ് ആയത്. ഇതിങ്ങനെ ട്രിമ്മർ ഉപയോഗിച്ച് മുടി വെട്ടാൻ വലിയ പാടൊന്നുമില്ല. ട്രിമ്മർ നേരെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വിട്ടാൽ മതി. നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന പോലെ, ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ നേരെ മുകളിലേക്ക് ചെയ്താൽ മതി. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സഹായം തേടിയാൽ മതി. ഞാനിവിടെ ഒരു 10ാം ക്ലാസ് പകുതിയൊക്കെ ആയപ്പോൾ മുതൽ എൻ്റെ മുടി തന്നെയാണ് വെട്ടുന്നത്. പിന്നെ ഇതുപോലെ സൈഡ് ഏരിയയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈഡിൽ മുടി കൂടുതലുണ്ടെന്നൊക്കെ അറിയാനും പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോഴും അറിയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സൈഡിൽ മുടി കൂടുതൽ കട്ടി പോലെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് തലോടി നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇനി ഈ ഒരു മുകളിലുള്ള മുടി കളയുന്നത് ഞാൻ ഈ രീതിയിലാണ് തല പതിയെ കറക്കി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ മുടി വെട്ടുന്ന ഈ ഒരു രീതിയിലാണ്. മുകളിലെ മുടി അധികം കളയാറില്ല, സൈഡിലും പിന്നെ അടിവശത്തൊക്കെയുള്ള മുടിയാണ് കൂടുതലും കളയുന്നത്, ബാക്ക് സൈഡൊക്കെ. അപ്പോൾ സൈഡ് വശങ്ങളും അതുപോലെ പുറകുവശമൊക്കെ ഒരേപോലെ ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മുകളിലെ മുടി ഇത് ഒരേപോലെ ഒരേ ഒപ്പത്തിന് കട്ട് ചെയ്യാനായിട്ട് എളുപ്പം. ഇതുപോലെ ചീപ്പ് ഉപയോഗിച്ച് നേരെ താഴേക്ക് ചെയ്യുക. ഇനി മുടിയുടെ എല്ലാം അറ്റം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കത്രി വേണമെങ്കിൽ കത്രി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ട്രിമ്മർ ഉപയോഗിച്ച് തന്നെയും കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ഈ ട്രിമ്മർ ഉപയോഗിച്ച് തന്നെയാണ് സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതേപോലെ ചുറ്റും എല്ലാം സൈഡിലേയും കട്ട് ചെയ്ത് കളയണം. അതുപോലെ ബാക്ക് സൈഡിലും ഇതുപോലെ നീളം കൂടിയ മുടികൾ കാണും. അപ്പോൾ അതും ഇതുപോലെ താഴേക്ക് ചീയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ചെറിയൊരു ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചീകുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അടുത്തായിട്ട് ലെവൽ ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പിലെ മുടിയാണ്. അപ്പോൾ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന മുടിയെല്ലാം ലെവലായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ ഈ ട്രിമ്മർ ഉപയോഗിച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുടി വെട്ട് ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചും കൂടെ കാര്യം ചെയ്യാനുണ്ട്. ഞാനിവിടെ അങ്ങനെ അധികം മുകളിലെ മുടിയുടെ കട്ട് ചെയ്യാൻ കുറയ്ക്കാറില്ല, ഇത്രയൊക്കെയാണ് കളയുന്നുള്ളൂ. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം, എങ്കിലാണ് കറക്റ്റ് ഫിനിഷിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ട്രിമ്മറിൻ്റെ ക്ലിപ്പ് ഊരിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചെവിയുടെ സൈഡിൽ നിന്ന് ബാക്കിലേക്ക് സൈഡിൽ ചെറിയൊരു മാർജിൻ പോലെ, ഇനി പറയുന്ന പേരൊന്നും എനിക്കറിയില്ല, താഴേക്ക് ഒരു ലൈൻ പോലെ കട്ട് ചെയ്ത് കളയണം.
ബാർബർ ഷോപ്പിൽ അവർ ചെയ്യുന്നത് എന്തോ ഷേവ് സെറ്റ് പോലെ എന്തോ ഒരു സാധനം ഉപയോഗിച്ച് ഷേവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൂട്ട് സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതുപോലെ ട്രിമ്മർ ഉപയോഗിച്ച് ചെയ്താണ്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതും വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ലൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുടിവെട്ട് കംപ്ലീറ്റ് ആകും. ചിലരൊക്കെ അടിവശവും വട്ടവും മുറിച്ച് കളയാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ നമ്മുടെ മുടിവെട്ടും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടുതൽ വല്ല മുടിവെല്ലാം തള്ളിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിവെട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ട്രിമ്മർ ഇതേപടി അങ്ങ് എടുത്ത് വെക്കരുത്, ഇത് ക്ലീൻ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞതുപോലെ വെള്ളം ഒഴിച്ച് കഴിയുന്നിടത്തിൽ കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നും ആവില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത്. ഈ ഒരു ബ്ലേഡിൻ്റെ ഭാഗത്ത് വെള്ളം ഒഴിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് വെക്കാവുള്ളൂ. തുണി എന്തെങ്കിലും ഉപയോഗിച്ച് വെള്ളമെല്ലാം തുടച്ച് കളയണം. അപ്പോൾ നമ്മൾ ട്രിമ്മർ ഇതുപോലെ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഇടയിലെല്ലാം ഇതുപോലെ ഒരുപാട് മുടിയുടെ കുറേ പീസുകളെല്ലാം കയറിയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ക്ലിപ്പ് ഇതുപോലെ അകത്തിയാൽ മതി, ബ്ലേഡ് ഇതുപോലെ ഊരി വരും. അപ്പോൾ ഇതിനിടയിലെല്ലാം ഇങ്ങനെ മുടി വെട്ടിയതിൻ്റെ എല്ലാം ഒരുപാട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിങ്ങനെയാണ് നന്നായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രിമ്മർ ഉപയോഗിച്ച് ഓരോ തവണയും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ട്രിമ്മർ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളൂ. പലരും ഇതുപോലെ ബ്ലേഡൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് ഉപയോഗിക്കുമ്പോൾ ട്രിമ്മർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വേഗം തന്നെ കംപ്ലൈൻ്റ് ആയി പോകുന്നതൊക്കെ. ഇതിൻ്റെ എല്ലാ ഇടയിലും മുടി വെട്ടിൻ്റെയൊക്കെ ഒരുപാട് പീസുകൾ ഇങ്ങനെ കയറിയിരിക്കും. അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ കട്ട പിടിച്ച് പിന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ ട്രിമ്മറിൻ്റെ ബ്ലേഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഇത് ഊരാനായാലും ഇടാനാണെങ്കിലും വേറെ ടൂൾസുകളൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ നമുക്ക് ഇടുകയും ചെയ്യാം. പിന്നെ ഈ ട്രിമ്മറിൻ്റെ പ്രധാന മെക്കാനിസം ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു മോട്ടറും ബ്ലേഡും ഇതെല്ലാം കൂടെ ഒറ്റയതായിട്ടാണ് വരുന്നത്. ഈ ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആയാലും ഇതുപോലത്തെ മോട്ടർ നമുക്ക് മേടിക്കാനും കിട്ടും. ഇങ്ങനത്തെ മോട്ടറിന് 70 രൂപയ്ക്കാവും. ഇങ്ങനെയുള്ള ട്രിമ്മറിൻ്റെ മോട്ടറൊക്കെ മേടിക്കുമ്പോൾ കടയിൽ പ്രത്യേകം പറഞ്ഞ് വേണം മേടിക്കാൻ. ഇങ്ങനെയുള്ള ട്രിമ്മറിൻ്റെ മോട്ടറുകളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിലും കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും. ഞാൻ ഈ ഒരു മോട്ടർ മേടിച്ചത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ട്രിമ്മറിൻ്റെ ബാക്കിൽ ഇവിടെ സ്വിച്ചിൻ്റെ ഇവിടെ ചെറിയൊരു ബുഷ് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ ചിലരൊക്കെ ട്രിമ്മറിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു സ്വിച്ചാണ്. ഇനി ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ട്രിമ്മർ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് മാറാനാണെങ്കിലും വലിയ പൈസയൊന്നുമില്ല. ഈ ഒരു സ്വിച്ചിന് 8 രൂപയൊക്കെ ഉള്ളൂ. ഇനി ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ട്രിമ്മർ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഇതിലുള്ള ഈ ഒരു സ്പ്രിങ്ങും ബോഡിയായിട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു കാരണം മോട്ടർ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് നന്നായിട്ട് ഹീറ്റാവും. അങ്ങനെ ഹീറ്റായും ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓരോ തവണയും ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു കാര്യം കൂടി ചെയ്യണം. ഇങ്ങനെയുള്ള ട്രിമ്മർ മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയൊരു ടിന്ന് ഓയിൽ പോലെ കിട്ടും. അപ്പോൾ ആ ഒരു ഓയിൽ ഈ ഒരു ബ്ലേഡിൻ്റെ എൻ്റെ ഭാഗത്തും ഈ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇനി ആ ഒരു ഓയിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഈ ഒരു ബ്ലേഡിൽ തേച്ച് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ഈ ഒരു ബ്ലേഡിൽ തേക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, മുടി വെട്ടി കഴിയുമ്പോൾ ഒരുപാട് തല ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി ഉപയോഗിച്ച് കഴിയുമ്പം. പിന്നെ ഈ ഒരു ടൈപ്പ് ട്രിമ്മറുകളിൽ എല്ലാം വരുന്നത് ഈ കാണുന്ന പോലത്തെ ലിഥിയൻ ബാറ്ററിയാണ്, 3.7 വോൾട്ടിൻ്റെ. അപ്പോൾ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററിക്ക് അധികം നേരം ബാക്കിയൊന്നും കിട്ടില്ല, പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു സെപ്പറേറ്റ് ബാറ്ററികൾ മേടിച്ച് വെക്കണം, നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന ചാർജറിനും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ചാർജറും ഇതുപോലത്തെ ഒരു ബാറ്ററികൾ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനത്തെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി ചാർജർ ഒരേ സമയം ഇതുപോലത്തെ 2 ബാറ്ററി ഇടുന്നതും കിട്ടും, ഒരു ബാറ്ററി ഇടുന്ന ചാർജറും കിട്ടും. ഒരു ബാറ്ററി ഇടുന്നതിന് 125, 2 ബാറ്ററി ഇതുപോലെ ഒരേ സമയം ഇട്ട് ചാർജ് ചെയ്യുന്ന ഈ ഒരു ചാർജറിന് 150 രൂപയാണ്. അതുപോലെ ഇതുപോലത്തെ 3.7 വോൾട്ട് 2000 mAh ഈ ലിഥിയം ബാറ്ററിക്ക് 107 രൂപയാണ്, നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക്. ഇങ്ങനെയുള്ള റീചാർജബിൾ ലിഥിയൻ ബാറ്ററി 90 രൂപ മുകളിലൊക്കെ കിട്ടും. ഇപ്പം ഞാനിവിടെ എൻ്റെ ഈ ട്രിമ്മറിന് ഉപയോഗിക്കുന്ന ഈ ഒരു ചാർജറും ഈ ഒരു ബാറ്ററിയാണ്. എനിക്ക് ഈ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടിയ ചാർജർ കംപ്ലൈൻ്റ് ആയി പോയിരുന്നു, അതിൻ്റെ സൈഡൊക്കെ അടന്നു പോയിരുന്നു. ബാറ്ററിയും ചാർജ് നിൽക്കാതെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ബാറ്ററി മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ ട്രിമ്മർ മേടിച്ച് ഉപയോഗിക്കാം. ഇത് കേടായാലും നമുക്ക് തന്നെ നന്നാക്കി എടുക്കാനും പറ്റും. പിന്നെ കേടാതിരിക്കാൻ വേണ്ടി നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു പ്രധാന പോയിന്റ് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയിരുന്നു. ഇങ്ങനെയുള്ള ട്രിമ്മർ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പലരും ഇങ്ങനെയുള്ള ട്രിമ്മർ മേടിച്ച് ഒന്ന് ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർണ്ണമായിട്ട് നിൽക്കുന്നതോടെ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി വേഗം തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. ഇതുപോലുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററി 2.8 വോൾട്ടിൽ താഴെ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ക്വാളിറ്റിയുള്ള ബാറ്ററിയൊക്കെയാണ് ഇടുന്നതെങ്കിൽ നമുക്കിതിൽ ഒരു 30 മിനിറ്റ് മുകളിൽ ട്രിമ്മർ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രിമ്മർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ട്രിമ്മർ വീണ്ടും റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബാറ്ററിക്ക് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ ട്രിമ്മർ മേടിച്ച് ഉപയോഗിക്കാം. ഇത് ഓൺലൈനായിട്ടൊക്കെ മേടിക്കുമ്പം 250 ആ റേഞ്ചിലേക്ക് കിട്ടുന്നതാണ്. മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ ട്രിമ്മർ മേടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ 4 ക്ലിപ്പുകളാണ് കിട്ടിയിരുന്നത്. 4 mm-ൻ്റെയും 3 mm-ൻ്റെയും 2 mm-ൻ്റെയും 1.5 mm-ൻ്റെയും. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ടിന്ന് ഓയിൽ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് ട്രിമ്മർ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.